ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. റിമെമ്പർ, ലൈഫ് ഈസ് ലൈക്ക് എ ട്രാഫിക് ലൈറ്റ്. ജീവിതത്തെ ട്രാഫിക് ലൈറ്റായി സങ്കൽപ്പിക്കുക. അവിടെ തെളിയുന്ന പച്ചയും മഞ്ഞയും ചുവപ്പും നിറങ്ങൾ എന്തിന്റെ സൂചകമാണ് എന്ന് ഓർമ്മിക്കുക. ചുവപ്പ് തെളിഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ബ്രേക്ക് അമർത്തുക എന്നത് പൊതുനിയമമാണ്. ആ നിയമം പാലിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് പിഴയടയ്ക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ചുവപ്പ് സിഗ്നൽ മറികടന്നാൽ അത് നമ്മുടെയും എതിർദിശയിൽ പച്ച സിഗ്നൽ കണ്ട് പോകാൻ അനുമതി കിട്ടി വരുന്നവരുടെയും ജീവിതം ഇല്ലാതാക്കും എന്നതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് വെൻ ദ ലൈറ്റ് ഈസ് റെഡ് യു നീഡ് ടു സ്റ്റോപ്പ്. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ റെഡ് സിഗ്നലിൽ നിൽക്കുകയാണ് എന്നാണ്. അത് ലഹരിയുടെ കാര്യത്തിലുള്ള ട്രാഫിക് സിഗ്നലാണ്. ഇനി ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം നമ്മൾ ഈ ചുവപ്പ് സിഗ്നൽ കണ്ടു കഴിഞ്ഞു. അത് കണ്ടതുകൊണ്ട് ബ്രേക്കിടുക. സ്കൂളുകളിലും കോളേജുകളിലും യുവാക്കളുടെ സൗഹൃദ കൂട്ടായ്മകളിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മുമ്പില്ലാത്ത വിധം കൂടിയിരിക്കുന്നു. എല്ലാ ദുശീലങ്ങൾക്കും ഒരു ന്യായീകരണമെങ്കിലും ഉണ്ടാകും. പക്ഷേ ജീവൻ നശിപ്പിച്ചിട്ട് ജീവിതത്തെ ന്യായീകരിക്കുന്നതുകൊണ്ട് യാതൊരർത്ഥവുമില്ല. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ചർച്ച നടന്നു. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ ഭരണപക്ഷം യാതൊരു മടിയും കൂടാതെ സമ്മതിച്ചു. അതിന് കാരണം സമൂഹം നേരിടുന്ന വലിയ വിപത്താണിത് എന്ന തിരിച്ചറിവാണ്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് പറഞ്ഞ ഏറ്റവും അവസാനത്തെ വാചകം ആദ്യം കേൾപ്പിക്കാം. കാരണം ഇത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ് എന്നതുകൊണ്ട്, ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്നതുകൊണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിനപത്രത്തിന് ഒരു അമ്മ നൽകിയ ഇന്റർവ്യൂ. എന്റെ മോൻ രാത്രി വരുമ്പോൾ കതക് തുറന്നു കൊടുക്കാൻ എനിക്ക് പേടിയാണ്. അവന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ധൈര്യമില്ല. ലഹരി കഴിച്ചിട്ട് അവൻ വരുമ്പോൾ എന്നെ അമ്മയായിട്ടല്ല കാണുന്നത്. വിദേശത്തുള്ള അവന്റെ അച്ഛനെ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അറിഞ്ഞാൽ അദ്ദേഹം നെഞ്ചു പൊട്ടി മരിക്കും. ഒറ്റ മകനാണ്. ഇതൊരമ്മ പറയുകയാണ് സാർ. ഈ ഒരുപാട് അമ്മമാര് നെഞ്ചു നീറി വീടുകളിൽ പുറത്തുപോലും പറയാൻ കഴിയാതെ കഴിയുകയാണ് സാർ. ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുകയാണ് സാർ. ഇങ്ങനെ എത്രയെത്ര വീടുകളുണ്ടാവും. ലഹരിയുടെ പിടിയിൽ അമർന്ന മക്കളെ പേടിച്ചു കഴിയുന്ന അമ്മമാരുണ്ടാകും. അവർക്ക് എന്ത് ചെയ്യാനാവും? ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഭീകര വാർത്തകളാണ്. ലഹരിയുടെ സ്വാധീനത്തിൽ കൂടപ്പിറപ്പെന്നോ ജന്മം നൽകിയവരെന്നോ എന്ന് പോലും ബോധമില്ലാതെ ചെയ്തുകൂട്ടുന്ന കൊടും ഭീകരതകൾ. സഭയിൽ അത് ഓരോന്നോരോന്നായി വിശദീകരിച്ചു. പക്ഷെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അത്തരം സംഭവങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ആ വിവരത്തിലേക്ക് ചെറിയൊരു സൂചന നൽകാം. സാർ, MDയുടെ നാലുകെട്ടിൽ തന്റെ പിതാവിന്റെ ഘാതകരോട് പകവിട്ടാൻ പകയുമായി വളരുന്ന അപ്പുണ്ണിയെ വരച്ചിടുന്നുണ്ട്. എന്നാൽ അപ്പുണ്ണി വളർന്നപ്പോൾ ആ പക അവനോടൊപ്പം വളർന്നില്ല. അയാൾ മാനസാന്തരപ്പെട്ടു. ഇന്നായിരുന്നെങ്കിൽ അയാൾ മാനസാന്തരപ്പെടുകയില്ലായിരുന്നു. കാരണം ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ്. ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ്. സാർ, താമരശ്ശേരിയിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ്. നമ്മുടെ നിയമങ്ങൾ, നിയമപാലകർ ഇതിന്റെയൊന്നും കാര്യക്ഷമതയില്ലായ്മയാണോ ഈ വിപത്ത് ഇങ്ങനെ പെരുകാൻ കാരണം? അല്ലെന്ന് മറുപടി പറഞ്ഞ വകുപ്പ് മന്ത്രി MP രാജേഷ് കണക്കുകൾ ഉദ്ധരിച്ച് പറയുന്നു. കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ കാണുന്നത് ശരിയല്ല. കാരണം കേരളത്തിൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഇപ്പൊ കൂടിയിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ വ്യാപനം ഉണ്ടാവുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇപ്പോഴല്ല, നേരത്തെയും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഇവിടെ മാത്രമുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. കാരണം കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഇവിടെ നിന്നാണ്, പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് ഇത് വലിയ തോതിൽ വരുന്നുണ്ട്. ലോകമാകെയുള്ള പ്രശ്നവുമാണ്. കേരളത്തിൽ നിന്ന് പിടികൂടിയതിന്റെ മൂല്യം ആകെ 60 കോടിയുടേതാണ്. 25,000 കോടി ഇന്ത്യയിലാകെ പിടികൂടുമ്പോൾ 24,517 പേരെ 2024 അറസ്റ്റ് ചെയ്തു. പഞ്ചാബ് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അറസ്റ്റ് ചെയ്തത് 9,734 പേരെയുള്ളൂ. അതായത് കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിന്റെ 1/3 പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം ശക്തമാണ് എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ ശക്തിയെക്കുറിച്ച് മന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ നിയമത്തിൽ, നമ്മുടെ ആക്ടുകളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് കൃത്യമായി നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കോട്ട്പ ആക്ട് പോലുള്ള ചില ആക്ടുകൾ, അത് പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടാണ്. PC വിഷ്ണുനാഥ് തന്നെ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കോട്ട്പ ആക്ട് പ്രകാരം പാൻപരാഗ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും. സാർ, ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇതൊരു ഗേറ്റ് വേ ഡ്രഗ് ആണ്. ഈ ഹാൻസ്, പാൻപരാഗ് ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടാണ് പിന്നീട് ഗുരുതരമായ അളവിലുള്ള മറ്റ്
മയക്കുമരുന്നിലേക്ക് കുട്ടികൾ കടക്കുന്നത്. പക്ഷേ ഈ കോട്ട്പ ആക്ടിന്റെ ഒരു പ്രശ്നം, ഇതിൽ പിടിച്ചാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ പിഴ 200 രൂപയാണ്. 200 രൂപ പിഴ അടച്ചത് ഒഴിവാകാൻ കഴിയും. അതുമാത്രമല്ല, ഈ കോപ്റ്റ കേസുകളുടെ എണ്ണം 2016 2,36,291 ആണെങ്കിൽ ഇപ്പൊ അത് കുറഞ്ഞ് 62,618 സർ. അതായത് നേരത്തെ പാൻപരാഗ് മറ്റു പദാർത്ഥങ്ങൾ പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനുമല്ല അതിനുമപ്പുറത്തേക്കുള്ളതിനാണ് കൂടുതൽ സ്വീകാര്യത എന്ന് വെളിവാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. തങ്ങളുടെ വാദങ്ങളിൽ തർക്കത്തിനോ വാദിച്ചു ജയിക്കാനോ ഭരണപക്ഷവും പ്രതിപക്ഷവും മെനക്കെട്ടില്ല എന്നത് തന്നെ ഈ വിഷയത്തിന്റെ രൂക്ഷത വെളിവാക്കുന്നു. പരസ്പരം സമ്മതിച്ചു പോകുന്ന ഒരു ചർച്ച ഒറ്റക്കെട്ടായി നേരിടണം എന്ന ബോധ്യത്തിൽ തന്നെയാണ് ഓരോരുത്തരും സംസാരിച്ചത്. ഇനി ഇത് സഭയിൽ നിന്ന് പുറത്തേക്ക് വരണം. ഓരോ മലയാളിയും ഇത് ചർച്ച ചെയ്യണം. വീട്ടിലും നാട്ടിലും ഇതൊരു പ്രധാന പ്രശ്നമായി പരിഗണിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ട്രാഫിക് സിഗ്നലിലാണ്. അവിടെ ചുവപ്പ് കണ്ടു കഴിഞ്ഞു. വെൻ ദ ലൈറ്റ് ഈസ് റെഡ്, യു നീഡ് ടു സ്റ്റോപ്പ്.